എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രൊഫസർ ആർ കെ ബിജു. ആർ കെ ബീസ് ലീഗൽ ക്ലാസ് റൂമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരാണ് ലീഗൽ പേഴ്സൺ? നിയമപരമായി ഒരു പേഴ്സൺ, ഒരു വ്യക്തി ആരാണ്? ഒരു വ്യക്തിയെ നിയമം എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? നമുക്കറിയാം, മനുഷ്യരാണ് വ്യക്തികൾ. നമ്മളെ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെയാണ് വ്യക്തികൾ എന്ന് പറയുന്നത്. എന്നാൽ നിയമത്തെ സംബന്ധിച്ചിടത്തോളം മനുഷ്യരെല്ലാം വ്യക്തികളല്ല, വ്യക്തികളെല്ലാം മനുഷ്യരുമല്ല. ഇത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. വ്യക്തികൾക്കാണ് അവകാശങ്ങളുള്ളത്, വ്യക്തികൾക്കാണ് ഡ്യൂട്ടികളുള്ളത്. അപ്പോൾ വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് നിയമത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ ആരാണ് വ്യക്തി എന്നുള്ളതും എന്താണ് നിയമപരമായ വ്യക്തിത്വം, പേഴ്സണാലിറ്റി എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ് നിയമത്തെ സംബന്ധിച്ചിടത്തോളം എന്ന് വരും. ഞാൻ സൂചിപ്പിച്ചത് റൈറ്റ്, ഡ്യൂട്ടി, ഈ കാര്യങ്ങളൊക്കെ വ്യക്തികൾക്കുള്ളതാണ്. നമ്മുടെ നാട്ടിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, മനുഷ്യരാണെങ്കിലും ചിലപ്പോൾ വ്യക്തികളാവണമെന്നില്ല. ഉദാഹരണത്തിന്, അത്രയൊന്നും പഴയതല്ലാത്തൊരു കാലം വരെ സ്ലേവ്സ് വ്യക്തികളായി കരുതിയിരുന്നില്ല. സ്ലേവ്സ്, അടിമകൾ വ്യക്തികളായിരുന്നില്ല. സ്ത്രീകളെ വ്യക്തികളായി കാണാൻ തുടങ്ങിയിട്ട് നമ്മുടെ കേരളത്തിലടക്കം അധികം കാലമൊന്നും ആയിട്ടില്ല. നമുക്ക് കുറച്ച് പഴയ കാലത്ത് മാത്രമേ, അതിനു മുൻപ് വരെ സ്ത്രീകളെ ഒന്നും വ്യക്തികളായി കണ്ടിരുന്നില്ല. അധകൃത വിഭാഗങ്ങളെ വ്യക്തികളായി കണ്ടിരുന്നില്ല. മനുഷ്യരെ ആകെ തന്നെ വ്യക്തികളായി കാണുന്ന തരത്തിലേക്ക് ലോകത്താകെയും ഇന്ത്യയിൽ പ്രത്യേകിച്ചും മനുഷ്യ സമൂഹം വളർന്നിട്ട് അധികാലമായിട്ട്. അപ്പം നിയമത്തിൻ്റെ കണ്ണിൽ മനുഷ്യരെല്ലാവരും എല്ലാ കാലത്തും വ്യക്തികളായിരുന്നില്ല. വ്യക്തികൾ മനുഷ്യർ മാത്രവുമല്ല, മനുഷ്യരല്ലാത്ത പലരും വ്യക്തികളാണ് നിയമത്തിന് മുമ്പിൽ. ഈ വിഷയം ഒന്ന് പരിശോധിക്കാനാണ് വിചാരിക്കുന്നത്. ആരാണ് നിയമപരമായി പേഴ്സൺ, ലീഗൽ പേഴ്സൺ? എ ലീഗൽ പേഴ്സൺ ഹാസ് ബീൻ ഡിഫൈൻഡ് ആസ് എനി എൻറ്റൈറ്റി വിച്ച് ഇസ് കേപ്പബിൾ ഓഫ് ഹാവിങ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. നിയമപരമായ റൈറ്റ്സും ഡ്യൂട്ടീസും ഉണ്ടാവാൻ പറ്റുന്ന ഏത് എൻറ്റൈറ്റിയും, ഏത് ഇൻസ്റ്റിറ്റ്യൂഷനും, എന്ത് കാര്യവും നിയമപരമായി റൈറ്റ്സും ഡ്യൂട്ടിയും ഉണ്ടാവാൻ പറ്റുന്ന എന്തിനേയും ലോ പേഴ്സണായിട്ട് കണക്കാക്കും. സോ എനി എൻറ്റൈറ്റി വിച്ച് ഈസ് കേപ്പബിൾ ഓഫ് ഹാവിങ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ്. അപ്പോൾ വ്യക്തികൾക്കാണ് റൈറ്റ്സും ഡ്യൂട്ടീസും ഉണ്ടാവാൻ കഴിയുന്നത്. റൈറ്റ്സും ഡ്യൂട്ടീസും ഉണ്ടാവാൻ കഴിയുന്ന എന്തും വ്യക്തിയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ലീഗൽ പേഴ്സണാലിറ്റി, ലീഗൽ പേഴ്സൺസ് രണ്ട് തരത്തിലുണ്ട്. നാച്ചുറൽ പേഴ്സൺസും ആർട്ടിഫിഷ്യൽ പേഴ്സൺസും. നാച്ചുറൽ പേഴ്സൺസ് എന്നത് തീർച്ചയായിട്ടും മനസ്സിലാവുന്നത് പോലെ ഹ്യൂമൻ ബീയിങ്സ് ആണ്. ഹ്യൂമൻ ബീയിങ്സിനെയാണ് നാച്ചുറൽ പേഴ്സൺസ് എന്ന് പറയുക. ഇപ്പോൾ ലോകത്തെല്ലായിടത്തും തന്നെ ഹ്യൂമൻ ബീയിങ്സ് എല്ലാം മനുഷ്യരായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്, വ്യക്തികളായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ അത് കമ്പാരിറ്റീവ്ലി റീസെൻ്റായിട്ട് സംഭവിച്ച കാര്യമാണ്. എങ്കിലും മനുഷ്യാവകാശ നിയമങ്ങളുടെയൊക്കെ വളർച്ചയ്ക്ക് ശേഷം, എസ്പെഷ്യലി UN രൂപപ്പെട്ടതിന് ശേഷം, UN ചാർട്ടർ ഉണ്ടായതിനു ശേഷം, ഇൻ്റർനാഷണൽ ലോയുടെ, മോഡേൺ ഇൻ്റർനാഷണൽ ലോയുടെ ആവിർഭാവത്തിന് ശേഷം ലോകത്താകെ തന്നെ മനുഷ്യരെ വ്യക്തികളായി കാണുന്നതിൽ ഇപ്പോൾ തടസ്സമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നാച്ചുറൽ പേഴ്സൺസ് മനുഷ്യരാണ്, ഹ്യൂമൻ ബീയിങ്സ് ആണ്. എന്നാൽ ദർ ആർ ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് ഓൾസോ. ആർട്ടിഫിഷ്യൽ പേഴ്സൺസും ഉണ്ട്. നാച്ചുറൽ പേഴ്സൺസിൽ ഇത് രണ്ടും പരിശോധിക്കാം. ഒന്നാമതായി നാച്ചുറൽ പേഴ്സൺസ്, ഹ്യൂമൻ ബീയിങ്സ്. നേരത്തെ വ്യക്തിത്വം ലഭിക്കാൻ വേണ്ടി ഹ്യൂമൻ ബീയിങ് ആണെങ്കിൽ തന്നെ ചില കണ്ടീഷൻസ് ഒക്കെ വെച്ചിരുന്നു. റൈറ്റ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ഇത്ര വരുമാനമുള്ളവരായിരിക്കണം, ഇന്ന രൂപത്തിലുള്ള കാസ്റ്റ് തരത്തിലുള്ളതായിരിക്കണം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങളുണ്ടായിരുന്നു. വോട്ടവകാശം ലഭിക്കണമെങ്കിൽ ചില കണ്ടീഷൻസ് ഉണ്ടായിരുന്നു. ഇങ്ങനെ വ്യത്യസ്ത റൈറ്റുകൾ വരുന്നതിന് ചില വ്യത്യസ്ത കണ്ടീഷൻസൊക്കെ വെച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങളില്ല. മനുഷ്യരെല്ലാം തന്നെ, നാച്ചുറൽ പേഴ്സൺസ് എല്ലാം തന്നെ ലീഗൽ പേഴ്സൺസ് ആണ് എന്ന നിലയ്ക്കാണ് നമ്മൾ ഇപ്പോൾ നമ്മളുടെ ജൂറിസ്പ്രുഡൻസിൻ്റെ, നിയമ തത്വശാസ്ത്രത്തിൻ്റെ നിലനിൽപ്പ്. ലോകത്തെല്ലായിടത്തും അത് ആ നിലയ്ക്ക് തന്നെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. മനുഷ്യനെ മനുഷ്യനായും വ്യക്തിയായും കാണാതിരിക്കുന്നത് ഒരു ഹ്യൂമൻ റൈറ്റ് വയലേഷനാണ്. ആ നിലയ്ക്ക് ഉള്ള ഹ്യൂമൻ റൈറ്റ് വയലേഷൻ മനുഷ്യാവകാശത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ്. അതിന് ഉത്തരവാദിത്വം സ്റ്റേറ്റ് പറയേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് അത് നിലവിൽ ആ പ്രശ്നം ഉണ്ടാകുന്നില്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില സ്പെഷ്യൽ കേസുകളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വാട്ട് ഈസ് ദ ലീഗൽ സ്റ്റാറ്റസ്
പേഴ്സണാലിറ്റി ഓഫ് എ ചൈൽഡ് ഇൻ ദ വുംബ്. ഗർഭത്തിലുള്ള ശിശു ഒരു ലീഗൽ പേഴ്സൺ ആണോ? ഗർഭത്തിലുള്ള ശിശു ഒരു ക്വാസി ലീഗൽ പേഴ്സൺ ആണെന്ന് പറയാം, ഒരു സെമി ലീഗൽ പേഴ്സൺ ആണെന്ന് പറയാം. എന്ന് പറഞ്ഞാൽ എങ്ങനെ അതറിയാൻ പറ്റും? ഗർഭത്തിലുള്ള ശിശുവിൻ്റെ പല ഇൻട്രസ്റ്റുകളും, ഗർഭത്തിലുള്ള ശിശുവിന് ഡ്യൂട്ടീസ് ഒന്നും ഉണ്ടാവാൻ കഴിയില്ലെങ്കിലും പല റൈറ്റ്സും ഉണ്ട്. ഉദാഹരണത്തിന് ഗർഭത്തിലുള്ള ശിശുവിന് എന്തെങ്കിലും ഒരു അപകടം, ഇപ്പോൾ ഗർഭിണിയായ ഒരു അമ്മയ്ക്ക് ആക്സിഡൻ്റ് ഉണ്ടാകുന്നു. ആ ആക്സിഡൻറ്റ് ഉണ്ടായ സമയത്ത് അതിനുള്ള നഷ്ടപരിഹാരത്തിന് വേണ്ടി അമ്മ കേസ് കൊടുത്തു, നഷ്ടപരിഹാരം വിധിയാവുന്നു അല്ലെങ്കിൽ ലഭ്യമാവുന്നു. കുട്ടി ജനിച്ചതിന് ശേഷം 1 വയസ്സോ 2 വയസ്സോ ഒക്കെ കഴിഞ്ഞിട്ട് ഒരു വൈകല്യം കുട്ടിയിൽ കണ്ടെത്തുകയും ആ വൈകല്യത്തിൻ്റെ മെഡിക്കലായിട്ടുള്ള റീസൺ ഈ ആക്സിഡൻ്റ് ആണെന്ന് ബോധ്യാവുകയും ചെയ്യുകയാണെങ്കിൽ ഒരു കേസ് കൂടെ കൊടുക്കാം കുട്ടിക്ക്. അപ്പോൾ ഓൾറെഡി അതിലെ കേസ് കഴിഞ്ഞതാണല്ലോ. ആ അപകടവുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളുടെ കേസ് ഒന്ന് നടന്നതാണ്. അതുകൊണ്ട് ഇനി കേസ് നിൽക്കില്ല, ഒരു കേസ് ഒരിക്കൽ കഴിഞ്ഞതുകൊണ്ട് അവസാനിച്ചു എന്ന് പറയാൻ കഴിയില്ല. ഒരിക്കൽ കഴിഞ്ഞത് അമ്മയുടെ കേസാണ്, ഇപ്പോൾ നടക്കുന്നത് കുട്ടിയുടെ കേസാണ്. കുട്ടിയും ഒരു ലീഗൽ പേഴ്സണാണ്. അപ്പോൾ അന്ന് കുട്ടി ഗർഭത്തിലായിരുന്നല്ലോ, അത് വിഷയമല്ല. അതേപോലെ തന്നെ കോസിങ് മിസ്കാരേജ്, അബോർഷൻ നടത്താനിടയായിട്ടുണ്ടെങ്കിൽ അത് കുട്ടിക്ക് അതിൻ്റെ പേരിൽ വൈകല്യം ഉണ്ടാകുന്ന രൂപത്തിൽ കുട്ടി പിറക്കുകയാണെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടിക്ക് അതിനകത്ത് കോമ്പൻസേഷൻ ലഭിക്കാൻ പറ്റും. കുട്ടിയുടെ അവകാശമാണ് ലംഘിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ ഹിന്ദു ലോയെ സംബന്ധിച്ചിടത്തോളം ഗർഭത്തിലുള്ള കുട്ടിക്ക് ഒരു ഷെയർ മാറ്റിവെക്കാത്ത പാർട്ടീഷൻ വാലിഡ് അല്ല. കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ആ പാർട്ടീഷൻ റീഓപ്പൺ ചെയ്ത് കുട്ടിക്കൂടെ ഒരു ഷെയർ കൊടുക്കേണ്ടി വരും, ഈ പാർട്ടീഷൻ നടക്കുമ്പോൾ കുട്ടി ഗർഭത്തിലുണ്ടെങ്കിൽ. ഇതൊക്കെ മനസ്സിലാക്കുന്നത് ഗർഭത്തിലുള്ള ശിശുവിനും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, പക്ഷെ അത് ഫുൾ പേഴ്സണാലിറ്റി അല്ല. എന്ന് വെച്ചാൽ ആ കുട്ടി ജീവനോടെ ജനിക്കണം എന്ന കണ്ടീഷനിലാണ് ആ പേഴ്സണാലിറ്റി കിട്ടുന്നത്. കുട്ടി ജീവനോടെ ജനിക്കുന്നില്ലെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ പാർട്ടീഷൻ നടത്തുമ്പോൾ കുട്ടിക്കൊരു ഷെയർ മാറ്റി വെക്കാതെ പാർട്ടീഷൻ നടത്തി കുട്ടി ജീവനോടെ ജനിച്ചില്ല, ആ വിഷയമൊന്നുമില്ല. കുട്ടി ജീവനോടെ ജനിക്കണം എന്നതാണ് അതിലെ കണ്ടീഷൻ. കുട്ടി ജീവനോടെ ജനിച്ചു കഴിയുമ്പോൾ മാത്രമേ ഞാൻ പറഞ്ഞ ആക്സിഡൻറ്റ് കേസിലും ഒക്കെ നഷ്ടപരിഹാരം ചോദിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുട്ടി നഷ്ടപ്പെട്ടതിനും കൂടി അമ്മയ്ക്ക് കിട്ടും നഷ്ടപരിഹാരം എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞു വരുന്നത് ഒരു ചൈൽഡ് ഇൻ ദ വൂംബ് അഥവാ ഗർഭത്തിലുള്ള ശിശു, ഒരു ഭ്രൂണാവസ്ഥയിലുള്ള ശിശു ഒരു ക്വാസി ലീഗൽ പേഴ്സണായി, ഒരു സെമി ലീഗൽ പേഴ്സണായി നമ്മൾ ലീഗൽ സിസ്റ്റം അംഗീകരിച്ചിട്ടുണ്ട്. ഒരു രസകരമായ കാര്യം ഇതിൽ പറയാം. ഈ ക്വാസി ലീഗൽ പേഴ്സൺ ആണ്, അതുകൊണ്ട് ലോകത്തിലെ മുഴുവൻ വ്യക്തികൾക്കെതിരെയും ഈ ഭ്രൂണത്തിന് മുമ്പിലുള്ള ചൈൽഡിന് റൈറ്റ് ഉണ്ട്. ആരെങ്കിലും അതിനെ ഉപദ്രവിക്കുന്ന തരത്തിൽ, അതിന് കുഴപ്പമുണ്ടാകുന്ന തരത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ, ഈ ഗർഭസ്ഥ ശിശുവിന് ഇഞ്ചുറി ഉണ്ടാകുന്ന തരത്തിൽ, വിഷമമുണ്ടാകുന്ന തരത്തിൽ, വേദന ഉണ്ടാകുന്ന തരത്തിൽ, മുറിവുണ്ടാകുന്ന തരത്തിൽ പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ ആൾക്കാർക്കൊക്കെ എതിരെ ജനിച്ചതിന് ശേഷം ഈ കുട്ടി കേസ് കൊടുക്കാം. എൻ്റെ ചോദ്യം, അമ്മ ഗർഭകാലത്ത് എടുത്തിട്ടുള്ള ചില പ്രവൃത്തി കൊണ്ട് കുട്ടിക്ക് ഡിഫോമിറ്റി ഉണ്ടായാൽ, വൈകല്യമുണ്ടായാൽ കുട്ടിക്ക് അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. അമ്മ ഡ്രഗ്സ് ഉപയോഗിച്ചു ഗർഭകാലത്ത്, അതുകൊണ്ട് അമ്മയ്ക്കെതിരെ, കുട്ടി ജനിച്ചതിന് ശേഷം അമ്മ ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് എനിക്കിങ്ങനെയൊക്കെ വന്നത്, അമ്മയ്ക്കെതിരെ കേസ് കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് രസകരമായ ഒരു പ്രശ്നമാണ്. എന്തായാലും ലോകത്ത് അത് മാത്രം സാധ്യമല്ല. ഒരൊറ്റ രാജ്യത്തിലൊഴികെ, ഒരു ലീഗൽ സിസ്റ്റത്തിലൊഴികെ ബാക്കി ഒരു സ്ഥലത്തും സ്വന്തം അമ്മയ്ക്കെതിരെ കുട്ടിക്ക് കേസ് കൊടുക്കാൻ പറ്റില്ല. ബാക്കി എല്ലാവർക്കെതിരെ കേസ് കൊടുക്കാം, അമ്മയ്ക്കെതിരെ ആ കേസ് നിൽക്കില്ല. കാരണം അമ്മയും ഗർഭസ്ഥ ശിശുവും അവർ ജനിക്കുന്നത് വരെ ഒറ്റ ശരീരമായിട്ട് തന്നെയാണ് കരുതുക. അത് അതിൻ്റെ ഓട്ടോണമിയുടെ പ്രശ്നമാണ്. ഞാനപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഒരു താല്പര്യജനകമായിട്ടുള്ള ഒരു കാര്യം സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ലീഗൽ പേഴ്സണാലിറ്റി ഓഫ് ചൈൽഡ് ഇൻ ദ വുംബ് എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തൊരു പ്രശ്നം. വാട്ട് അബൌട്ട് ലീഗൽ പേഴ്സണാലിറ്റി ഓഫ് എ ഡെഡ് ബോഡി, ഡെഡ് മാൻ? ഇങ്ങനെ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു മരിച്ച മനുഷ്യൻ്റെ, ഒരു ശവശരീരത്തിൻ്റെ, ഒരു ഡെഡ് ബോഡിയുടെ കുറേ റൈറ്റുകൾ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് ഡെഡ് ബോഡിക്ക് ഒരു ഡീസൻറ്റ് ബെറിയലിനുള്ള അവകാശമുണ്ട്. ഏത് ഡെഡ് ബോഡിക്കും വളരെ ഡീസൻ്റായിട്ടുള്ള ഒരു സംസ്കാരത്തിനുള്ള അവകാശമുണ്ട്. അത് ചെയ്തു കൊടുക്കണം. ഡെഡ് ബോഡിയെ അപകീർത്തിപ്പെടുത്തുകയോ വികൃതമാക്കുകയോ ഡെഡ് ബോഡിയുടെ മുഖത്ത് തുപ്പുക ഇങ്ങനെയുള്ള എന്തെങ്കിലും തരത്തിലുള്ള തെറ്റായ അപകീർത്തികരമായിട്ടുള്ള പ്രവൃത്തി ഉണ്ടായിട്ടില്ലെങ്കിൽ നിയമവിരുദ്ധമാണ്, അതൊരു ക്രിമിനൽ കുറ്റമാണ്. അതേപോലെ തന്നെ ഈ മരിച്ച മനുഷ്യൻ ജീവിച്ചിരുന്ന കാലത്ത് ചെയ്തിട്ടുള്ള വില്ലോ മറ്റ് ടെസ്റ്റമെൻ്ററി ഡിസ്പോസിഷൻസ് എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് ദാനം ചെയ്യണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ ദാനം ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ രേഖപ്പെടുത്തിയതിനൊക്കെ അർഹമായിട്ടുള്ള പ്രാധാന്യം, അതിനുള്ള വാല്യൂ ഈ ലീഗൽ സിസ്റ്റം കൊടുക്കും. മരിച്ചു കഴിഞ്ഞാൽ
അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്തുണ്ടായിരുന്ന അഭിലാഷങ്ങൾ സാധൂകരിക്കാൻ പറ്റുന്നിടത്തോളം അതൊക്കെ നിയമം ചെയ്തു കൊടുക്കും. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് മരിച്ചതിന് ശേഷവും ചില അവകാശങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഡെഡ് ബോഡി ഒരു ലീഗൽ പേഴ്സൺ ആണെന്ന് കരുതാൻ പറ്റും? ഡെഡ് ബോഡി ഒരു ലീഗൽ പേഴ്സണായി കരുതില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഡെഡ് ബോഡിക്ക് ഡ്യൂട്ടി ഒന്നുമില്ല. ഈ പറഞ്ഞ തരത്തിൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്ന ഡെഡ് ബോഡിയുടെ റൈറ്റുകൾ എന്ന് റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ ഡെഡ് ബോഡിയുടെ റൈറ്റുകളല്ല, ജീവിച്ചിരിക്കുന്ന ബാക്കിയുള്ള മനുഷ്യരുടെ റൈറ്റുകളാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ അവകാശങ്ങളാണ് അതൊക്കെ. എല്ലാവരും മരിക്കും. അപ്പോൾ മരിക്കുമ്പോൾ നമുക്കെല്ലാം കിട്ടേണ്ട അർഹമായിട്ടുള്ള ഒരു റെസ്പെക്റ്റാണ് ഈ ഡെഡ് ബോഡിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഡെഡ് ബോഡിയുടെ റൈറ്റ് അല്ല. ഡെഡ് ബോഡിക്ക് അതിനെതിരെ കേസ് കൊടുക്കാൻ കഴിയില്ല. യു ബി ജസ്റ്റ് ബി റെമഡി എന്ന് പറയുമല്ലോ, വേർ ദർ ഇസ് എ റൈറ്റ് ദർ ഷുഡ് ബി എ റെമഡി എന്ന് പറയുന്നത് ഡെഡ് ബോഡിക്ക് പോയിട്ട് അത് നടക്കാൻ കഴിയില്ല, കേസ് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ വരുമ്പോൾ ഡെഡ് ബോഡിയെ ഒരു ലീഗൽ പേഴ്സണായിട്ട് അംഗീകരിച്ചിട്ടില്ല. ലീഗൽ പേഴ്സൺ ആണെങ്കിൽ എനി എൻറ്റൈറ്റി ഓർ പേഴ്സൺ കേപ്പബിൾ ഓഫ് ഹാവിങ് റൈറ്റ്സ് ആൻഡ് ഡ്യൂട്ടീസ് ആണ്. ഇവിടെ ചില റൈറ്റുകൾ നമുക്കുണ്ടെന്ന് തോന്നിപ്പിക്കുന്നുണ്ടെങ്കിലും ആ റൈറ്റുകൾ യഥാർത്ഥത്തിൽ ഡെഡ് ബോഡിയുടെ റൈറ്റുകളല്ല, മറിച്ച് അത് ബാക്കി സമൂഹത്തിൻ്റെ റൈറ്റുകളാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അനിമൽസിൻ്റെ കാര്യമാണ്. ജീവനുള്ള ജീവികൾ എന്നുള്ള നിലയ്ക്ക് അനിമൽസിന് റൈറ്റ് ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യമുണ്ട്. മൃഗങ്ങൾക്ക് റൈറ്റുകളുണ്ടോ എന്നുള്ളതാണ്. അപ്പം മൃഗങ്ങളോടുള്ള ക്രൂരത പിന്നെ പണിഷബിളായിട്ടുള്ള ഒരു ഒഫൻസായിട്ട് നമ്മൾ അംഗീകരിച്ചിട്ടുണ്ട്. മൃഗങ്ങളോട് ക്രൂരമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ ആ ക്രൂരത പണിഷബിളായിട്ടുള്ള ഒരു ഒഫൻസാണ്. അപ്പോൾ ആ നിലയ്ക്ക് മൃഗങ്ങളുടെ താല്പര്യങ്ങൾ, മൃഗങ്ങളുടെ ഇൻട്രസ്റ്റ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് തോന്നാം. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടെയും നേരത്തെ ഡെഡ് ബോഡിയുടെ കാര്യം പറഞ്ഞ പോലെ അത് ആ മൃഗത്തിൻ്റെ ഇൻട്രസ്റ്റാണ് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നതെങ്കിലും റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് സമൂഹത്തിൻ്റെ റൈറ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് റെക്കഗ്നൈസ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ബൈ എ റൂൾ ഓഫ് ലോ ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് മൃഗത്തിൻ്റെ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നത് മൃഗത്തിൻ്റെ ഇൻട്രസ്റ്റ് ആണെങ്കിലും റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നത് സമൂഹത്തിൻ്റെ റൈറ്റ് തന്നെയാണ്. അനിമൽസിന് നേരിട്ട് കോടതിയിൽ പോയി കേസ് കൊടുക്കാൻ കഴിയില്ല, അനിമൽസിന് അത് എൻഫോഴ്സ് ചെയ്യാൻ കഴിയില്ല. തീർച്ചയായിട്ടും മറ്റാരെങ്കിലും ഒരു ഏജൻസിയിലൂടെ മാത്രമേ, ഒരു ഹ്യൂമൻ ഏജൻസിയിലൂടെ മാത്രമേ ഇത്തരം കാര്യങ്ങളൊക്കെ കഴിയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും അനിമൽസിനെ സംബന്ധിച്ചിടത്തോളം ലീഗൽ റൈറ്റ്സ്, ഡ്യൂട്ടീസ് എന്തായാലും അനിമൽസിനില്ല. അനിമൽസിന് യാതൊരു ഡ്യൂട്ടീസും ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പിന്നെ ചില റൈറ്റുകൾ, ഇൻട്രസ്റ്റുകൾ അനിമൽസിൻ്റേത് പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് കാണുന്നുണ്ടെങ്കിലും അത് യഥാർത്ഥത്തിൽ അനിമൽസിൻ്റെ റൈറ്റുകളല്ല, മറിച്ച് ബാക്കി നമ്മളുടെ തന്നെ റൈറ്റുകളാണ്, സമൂഹത്തിൻ്റെ റൈറ്റുകളാണ് എന്ന നിലയ്ക്ക് കാണുന്നതാണ് നല്ലത്. എന്നാൽ ഇതിനെക്കുറിച്ച് ചില അനിമൽ റൈറ്റിനെ കുറിച്ചുള്ളത് ഇപ്പോൾ ഡിബേറ്റ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ജൂറിസ്പ്രുഡൻസിൽ ഇതൊരു ഡിബേറ്റബിൾ ഇഷ്യൂ ആണ്. ചില സുപ്രീം കോടതി വിധികൾ ഇതിനെതിരായിട്ടുണ്ട്. അനിമൽസിനും റൈറ്റ് ഉണ്ട് എന്ന തരത്തിലുണ്ട്. ഞാൻ അതിൻ്റെ ആ തർക്കത്തിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല, സൂചിപ്പിച്ചു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പൊതുവിൽ കാലാകാലമായി നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതും ഒരു പക്ഷേ റീസണബിളായിട്ടുള്ള ഒരു വാദം എന്ന് പറയുന്നത് ആ റൈറ്റ് മൃഗത്തിൻ്റെ റൈറ്റ് അല്ല, മറിച്ച് സമൂഹത്തിൻ്റെ റൈറ്റാണ് എന്ന് കാണുന്നതാണ് എന്ന് തോന്നുന്നു. അപ്പോൾ ഇതാണ് പിന്നെ നാച്ചുറൽ പേഴ്സൺസ് ആയിട്ട്, ജീവനുള്ള ജീവികളുമായിട്ട് ബന്ധപ്പെട്ട്, പേഴ്സണാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇനിയിപ്പോൾ അടുത്തുള്ളത് ആർട്ടിഫിഷ്യൽ പേഴ്സൺസിനെ സംബന്ധിച്ചിടത്താണ്. ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് എന്ന് പറയുമ്പോൾ ജീവനുള്ള മനുഷ്യരോ അല്ലെ മറ്റ് ജീവികളോ ഒന്നുമല്ല. അങ്ങനെ ഒരു കാര്യം ഒരു ലീഗൽ ഫിക്ഷനാണ്, നിയമത്തിൻ്റെ ഒരു സങ്കല്പമാണ് ഈ ആർട്ടിഫിഷ്യൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അത് കോർപ്പറേഷൻസാണ്, കമ്പനികളാണ്. കമ്പനി ഈസ് എ സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ, എ കോർപ്പറേഷൻ ഈസ് എ സെപ്പറേറ്റ് ലീഗൽ പേഴ്സൺ ഡിസ്റ്റിങ്ക്റ്റ് ഫ്രം ദ മെമ്പേഴ്സ്. അതിൽ അംഗമായിട്ടുള്ള ആൾക്കാരിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കോർപ്പറേഷനിലെ കമ്പനി ഒരു സെപ്പറേറ്റ് ആർട്ടിഫിഷ്യൽ ലീഗൽ പേഴ്സണാണ്. ഒരു വ്യക്തിക്കുള്ളതുപോലെ, നാച്ചുറൽ പേഴ്സൺ ഉള്ളതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഈ കമ്പനിക്കും അവൈലബിൾ ആണ്. റൈറ്റ്സ് ഉണ്ട്, ഡ്യൂട്ടി ഉണ്ട്, കേസ് കൊടുക്കാം, സ്വന്തം പേരിൽ കേസ് കൊടുക്കാം, സ്വന്തം പേരിൽ എതിരായിട്ട് കേസ് വരാം, പിന്നെ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. ഒറ്റ കാര്യത്തിലൊഴികെ ക്രിമിനൽ കുറ്റം ചെയ്യുമ്പോൾ കോർപ്പറേഷനെ പിടിച്ച് ജയിലിലടയ്ക്കാൻ പറ്റില്ല എന്നുള്ള പ്രശ്നമുണ്ട്. അതിന് പോലും യഥാർത്ഥത്തിൽ ഈ കോർപ്പറേഷൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക് നിയമപരമായ ലയബിലിറ്റി, ക്രിമിനൽ ലയബിലിറ്റി വരുന്ന ഒരു സാഹചര്യം. ഇത് വലിയൊരു വിഷയമാണ്. പിന്നീട് ഒരിക്കൽ വിശദമായി തന്നെ കോർപ്പറേറ്റ് ക്രിമിനൽ ലയബിലിറ്റിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ മനസ്സിൽ കരുതുന്നുണ്ട്. അത് വിശദമായി പറയേണ്ട ഒരു വിഷയമാണ്. എന്തായാലും കോർപ്പറേറ്റ് ക്രിമിനൽ ലയബിലിറ്റി ഒരു പ്രത്യേകതര വിഷയമാണ്. അതൊഴികെ
കോർപ്പറേഷൻസിനെ സംബന്ധിച്ച് ഒരു ലീഗൽ എൻറ്റൈറ്റി എന്നുള്ള നിലയ്ക്ക്, ഒരു ലീഗൽ പേഴ്സൺ എന്നുള്ള നിലയ്ക്ക് നാച്ചുറൽ പേഴ്സൺസുമായിട്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. നടപ്പാക്കാൻ ഹ്യൂമൻ ഏജൻസി വേണം, അതിന് പിന്നിൽ ചില ആളുകൾ വേണം എന്നുള്ളതാണ് കമ്പനി ലോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശദമായിട്ടുള്ള വിഷയങ്ങളാണ്. എന്തായാലും എങ്ങനെയാണ് ഈ ലീഗൽ പേഴ്സണാലിറ്റി ഒരു കോർപ്പറേഷൻ ഉണ്ടാവുന്നത്? അത് ഇൻകോർപ്പറേഷൻ എന്ന ഒരു പ്രോസസ്സിലൂടെയാണ്. ഒരു കമ്പനി ഈസ് ടു ബി ഇൻകോർപ്പറേറ്റഡ് അണ്ടർ പ്രൊവിഷൻസ് ഓഫ് ദ റെലവൻറ്റ് കമ്പനി ലോ. അപ്പോൾ ആ കമ്പനി ലോയുടെ അടിസ്ഥാനത്തിൽ അതിൽ പറഞ്ഞേക്കുന്ന പ്രൊസീജിയർ അനുസരിച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്യുകയും സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യപ്പെടുകയും ചെയ്യുമ്പോൾ ആ കമ്പനി നിലവിൽ വരുന്നു, അഥവാ ജനിക്കുന്നു എന്ന് പറയാം. ഒരു ലീഗൽ പേഴ്സൺ ജനിക്കുന്നു. ആ ലീഗൽ പേഴ്സൻ്റെ മരണമാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. അതല്ലാതെ വേറൊരു മരണമില്ല. സപ്പോസ് ഒരു നമ്മൾ കമ്പനി ലോയൊക്കെ പഠിക്കുമ്പോൾ കുട്ടികൾ പഠിക്കുന്ന ഒരു കാര്യമുണ്ട്. 7 മെമ്പേഴ്സുള്ള ഒരു കമ്പനി, ആ കമ്പനിയുടെ 7 പേരും 7 മെമ്പേഴ്സും ഒരു ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ബോംബ് വീണ് 7 പേരും ഒരുമിച്ച് മരിച്ചു. കമ്പനിക്ക് എന്ത് സംഭവിക്കും? കമ്പനിക്കൊന്നും സംഭവിക്കില്ല. കമ്പനി അവിടെ തന്നെ ഉണ്ടാവും. അതിനകത്തുള്ള ആകെയുള്ള 7 മെമ്പേഴ്സും മരിച്ചാലും കമ്പനിയായി തന്നെ ഒരു സെപ്പറേറ്റ് പേഴ്സണായിട്ട് പിന്നെ നിലനിൽക്കും. കമ്പനിയെ വൈൻഡപ്പ് ചെയ്യുന്നത് വരെ കമ്പനി നിലനിൽക്കും. അതിൻ്റെ അംഗങ്ങളെല്ലാം മരിച്ചു പോയത്. ഇതാണ് സെപ്പറേറ്റ് ലീഗൽ പേഴ്സണാലിറ്റി എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രത്യേകത. ഇങ്ങനെ സെപ്പറേറ്റ് ലീഗൽ പേഴ്സണാലിറ്റി കമ്പനികൾക്ക് കൊടുക്കുന്നതിന് പല ഉദ്ദേശങ്ങളുണ്ട്. അതൊക്കെ കമ്പനി ലോയിൽ വിശദമായിട്ടുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് ലിമിറ്റഡ് ലയബിലിറ്റിയോടുകൂടി, എന്ന് വെച്ചാൽ കമ്പനി ഉണ്ടാക്കുന്ന കടത്തിനും മറ്റുമൊന്നും അതിൻ്റെ വ്യക്തികൾ, അതിനകത്ത് അംഗങ്ങളായിട്ടുള്ള ഷെയർ ഹോൾഡേഴ്സ് ഉത്തരവാദികളായിരിക്കില്ല. അവരുടെ സ്വന്തം പേഴ്സണൽ ആസ്തിയിൽ നിന്ന് അതൊന്നും എടുക്കാൻ കഴിയില്ല. ഈ കമ്പനി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ലീഗൽ പേഴ്സണാണ്. കമ്പനിയുമായി ഡീൽ ചെയ്യുമ്പോൾ കമ്പനിക്ക് പിന്നിലുള്ള വ്യക്തിയുമായിട്ടല്ല നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതൊക്കെ വിശദമായി കമ്പനി ലോയുമായിട്ട് ബന്ധപ്പെട്ട്. ഇപ്പോൾ ഇവിടുത്തെ നമ്മൾ ഇന്ന് ലീഗൽ പേഴ്സണാലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ, പേഴ്സണാലിറ്റിയെക്കുറിച്ച് പൊതുവിൽ പറയുമ്പോൾ ആകെ പ്രധാനമായും ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. 2 തരം പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ an entity which is capable of having rights and duties is a person, is a legal person. അങ്ങനെയുള്ള ലീഗൽ പേഴ്സൺ 2 വിധത്തിലുണ്ടാവാം. ഒന്ന് നാച്ചുറൽ പേഴ്സൺസും, 2 ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് അഥവാ ലീഗൽ പേഴ്സൺസ്. അപ്പോൾ നാച്ചുറൽ പേഴ്സൺസ് ഹ്യൂമൻ ബീയിങ്സ് ആണ്. ആർട്ടിഫിഷ്യൽ പേഴ്സൺസ് എന്ന് പറയുന്നത് കോർപ്പറേഷൻസ് ആണ്. ഈ കോർപ്പറേറ്റ് പേഴ്സണാലിറ്റിയെക്കുറിച്ചുള്ള വ്യത്യസ്ത തിയറികളുണ്ട്. ഇപ്പോൾ ഫിക്ഷനാണ് അതെന്ന് പറയുന്ന ഫിക്ഷൻ തിയറി ഉണ്ട്. അതൊരു കൺസെഷനാണ് എന്ന് പറയുന്ന കൺസെഷൻ തിയറി ഉണ്ട്. അത് ഇൻഫാക്റ്റ് ഒരു പേഴ്സൺ തന്നെയാണ്, റിയലിസ്റ്റ് തിയറി ഉണ്ട്. അതൊരു ബ്രാക്കറ്റാണ്, കുറച്ച് ആൾക്കാരെ ഒന്ന് പ്രത്യേകമായി സൂചിപ്പിക്കാൻ വേണ്ടി ഒരു ബ്രാക്കറ്റാണ് എന്ന് പറയുന്ന തരത്തിലുള്ള ബ്രാക്കറ്റ് തിയറി ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത തിയറികളൊക്കെ ഉണ്ട്. അതൊക്കെ ജൂറിസ്പ്രുഡൻസിൻ്റെ വളരെ വിശദമായിട്ടുള്ള ആഴങ്ങളിലേക്ക് പഠിക്കുമ്പോൾ മാത്രം ആവശ്യമുള്ളതാണ്. ഞാനിപ്പോൾ സൂചിപ്പിച്ചു വന്നത് ഇത്തരത്തിലാണ് പേഴ്സണാലിറ്റിയെക്കുറിച്ചുള്ള നിയമത്തിൻ്റെ സങ്കല്പങ്ങൾ എന്ന് സൂചിപ്പിക്കാനാണ്. നന്ദി.